ഇന്ന് വിശേഷമായിട്ടുള്ള ഈജിപ്തിലെ ഒരു നൈൽ നദി. ഇന്ന് ചരിത്രത്തിൽ പഠിച്ച ഒരു നദിയാണിത്. ഏകദേശം 1000 കിലോമീറ്റർ നീളത്തിലുള്ള ഈ നദിയിൽ ഇന്ന് ആസ്വാൻ എന്ന് പറഞ്ഞാൽ കയറോ നമ്മൾ ഇന്നലെ അവിടെ നിന്ന് നമ്മൾ കയറോന്ന് ട്രെയിൻ കയറിയിട്ട് ഈ ആസ്വാൻ എന്ന സ്ഥലത്ത് വന്നു. ആസ്വാൻ ഏകദേശം ഒരു 12 മണിക്കൂർ ട്രെയിനിലാണ് വന്നത്. ഫ്ലൈറ്റിൽ വരാം, പക്ഷേ ഇവിടുത്തെ ട്രെയിൻ യാത്ര ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ കയറോ എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആസ്വാനിലേക്ക് നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രെയിനാണ്. രാത്രി മുഴുവനും ട്രെയിനിൽ യാത്ര ചെയ്തു. എന്നിട്ട് രാത്രി ഒരു 9 മണിക്ക് 10 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ട് നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ആസ്വാൻ എത്തിയപ്പോഴേക്കും ഇത് മനോഹരമായിട്ടുള്ള നൈൽ നദിയുടെ തീരം തന്നെയാണ്. ഈ നദീതീരത്തിൽ ആണ് നമ്മൾ താമസിച്ചത്. ഇവിടെ ഒരു നല്ലൊരു ഹോട്ടലിൽ താമസിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് വന്നത്. പക്ഷെ നമ്മൾ ഇവിടെ അവർ അറേഞ്ച് ചെയ്തത് അതിശയമായിട്ട് തോന്നി. ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷിപ്പിലാണ് 3 ദിവസം, ഈ ക്രൂയിസിലാണ് നമ്മുടെ 3 ദിവസത്തെ താമസം. നല്ല മുറികൾ, 2 ഡബിൾ ബെഡ്റൂം ഉണ്ട്, 3 ബെഡ്റൂം ഉണ്ട്. നല്ല പോഷകാഹാരമായിട്ടുള്ള ഇവിടുത്തെ ഈജിപ്ഷ്യൻ ഫുഡുണ്ട്, പിന്നെ കോണ്ടിനെൻ്റൽ ഫുഡുണ്ട്. എല്ലാം കൂടെ നല്ല രീതിയിൽ അവർ ഭക്ഷണ സാധനങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ നൈൽ ക്രൂയിസിൽ നമ്മൾ ആസ്വാനിൽ താമസിച്ചതിന് ശേഷം ആസ്വാനിൽ നമ്മൾ പോകേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇവിടുന്ന് ഏകദേശം 300 കിലോമീറ്റേഴ്സ് നമ്മൾ പോകുമ്പോൾ മരുഭൂമിയിലൂടെ പോകുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ ഏകദേശം 700 കിലോമീറ്റേഴ്സ് 8 മണിക്കൂറിൽ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അവിടെ പോയത് അബു സിംബൽ ടെമ്പിൾ എന്ന ഒരു സ്ഥലത്താണ് പോയത്. മനോഹരമായിട്ടുള്ളൊരു ടെമ്പിളാണത്. ആ ടെമ്പിളിനകത്ത് നമ്മൾ ഏറ്റവും പുരാതനമായിട്ടുള്ള 4 രാജാക്കന്മാരുടെ കഥകളും അതേപോലെ തന്നെ ചുവരെഴുത്തുകളും ആ അമ്പലവും, ഇവിടെ അമ്പലം എന്നാണ് എല്ലാത്തിനും പറഞ്ഞത്. ടെമ്പിൾ എന്ന് പറയുമ്പോൾ അമ്പലം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം റോമാ സാമ്രാജ്യത്തിൻ്റെ ആ സമയത്ത് ചെയ്താണ്. പല ആൾക്കാർ വന്നിട്ട് അത് ആക്രമിച്ചിട്ടും ഈ നശിക്കാതെ കിടക്കുന്നത് ഈ നദി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ചുറ്റുമുള്ള തീരത്തിലൊക്കെ കുറേ വ്യവസായങ്ങളുള്ളതുകൊണ്ട് ഈ നദിയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ജലമാണ്, ഈ ശുദ്ധജലമാണ്. ഈ ജലമാണ് ഈജിപ്താക്കി മാറ്റുന്നതും ഹരിതമായിട്ടുള്ള ഭൂമിയാണിത്. ഞങ്ങൾ ആ ട്രെയിനിൽ വരുന്ന സമയത്ത് ഏകദേശം മണിക്കൂർ കണക്കിന് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാം കുറേ മരുഭൂമി കഴിഞ്ഞാൽ ധാരാളമായിട്ടുള്ള കൃഷിസ്ഥലങ്ങളാണ്. ഈ കൃഷിസ്ഥലങ്ങൾ ക്യാബേജ്, കോളിഫ്ലവർ, റൈസ്, ബനാന ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈന്തപ്പന, ഇതെല്ലാം വളരെയധികം സമൃദ്ധമായി വളരുന്ന ഒരു ഈജിപ്താണ് ഞാൻ കണ്ടത്. ഞാൻ ഈജിപ്ത് എന്നതിൻ്റെ എൻ്റെ മനസ്സിൽ കൈറോയിൽ ഗിസ, നമ്മൾ പിരമിഡ് കണ്ടപ്പോഴുള്ള ഈജിപ്തല്ല. ഇവിടെ മനോഹരമായിട്ടുള്ള കൃഷിസ്ഥലങ്ങളുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട് ധാരാളം. അതേപോലെ തന്നെ ഇവിടുത്തെ ആളുകളുടെ മനസ്സ് വളരെയധികം നല്ലവരാണ്. അധികം മോശമാണെന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും നല്ലവരാണ്. കാരണം നന്മയുള്ളത് കൊണ്ടായിരിക്കും നമ്മളെല്ലാവരും നന്മ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇന്ന് ഈ സമയത്ത് എനിക്ക് പറയാനുള്ള ഒരു കഥയാണ്, ഒരു ഡോക്ടർ ശ്യാം പ്രസാദിൻ്റെ കഥയാണ്. നോർത്ത് ഇന്ത്യയിൽ ഒരു ഗ്രാമത്തിൽ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച ഒരു വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു യുവാവ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആഗ്രഹം, മിക്കവാറും അയാൾ ആഗ്രഹിക്കുന്നത് തൻ്റെ ഗ്രാമത്തിൽ ഡോക്ടറായതിനു ശേഷം തൻ്റെ ഗ്രാമത്തിൽ പോയിട്ട് നല്ലൊരു വിദ്യാഭ്യാസം ചെയ്തതിന് ശേഷം തൻ്റെ മെഡിക്കൽ സേവനം കംപ്ലീറ്റ് തൻ്റെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്നാണ് അയാളുടെ ആഗ്രഹിച്ചത്. ഇങ്ങനെ നന്മ ഉദ്ദേശിച്ച് ചെയ്ത ആ യുവാവ് തിരിച്ച് നാട്ടിൽ വന്ന് ഒന്നും ആഗ്രഹിക്കാതെ അയാൾ ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ആ പ്രവൃത്തിയിലൂടെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് ജനങ്ങളിൽ നല്ല ആരോഗ്യം ഉണ്ടാക്കുക, അവരുടെ മനസ്സിൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യുക. ഹെൽത്ത് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരുടെ ആഹാരത്തിലും എല്ലാം തന്നെ അവർക്ക് നല്ല ഫുഡ് കൊടുക്കുക. എന്നിട്ട് അയാൾ സമ്പന്നമായിട്ടൊരു കുടുംബത്തിലായതുകൊണ്ട് പാവപ്പെട്ട കൃഷിക്കാരെയും അതുപോലെ ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ അയാൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അയാൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് അയാൾ മനസ്സിൽ നന്മ ഉദ്ദേശിച്ച അയാൾ അവിടുത്തെ ഗ്രാമീണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു. ആ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് അവിടെ ധനികരായിട്ടുള്ള പല ആൾക്കാരും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം അവർ അവിടെ ഹോസ്പിറ്റൽസിൽ ഉണ്ടെങ്കിലും അവർ ആ ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യാതെ, നന്മ ചെയ്യാതെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരെ ചൂഷണം ചെയ്തിട്ട്, അവരുടെ ഗ്രാമത്തിലെ ജനങ്ങളെ ഉപയോഗിച്ചിട്ട് ചൂഷണം ചെയ്തിട്ട് കുറേ സമ്പാദ്യം ഉണ്ടാക്കുമായിരുന്നു. ഈ സമ്പാദ്യം ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് ജനങ്ങൾക്ക് വേണ്ടി തിരിച്ചു കൊടുക്കാനൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഈ നന്മയുള്ള ഈ യുവാവ് വന്നതിന് ശേഷം അയാൾ കുറേ കാര്യങ്ങൾ ഈ സമാജത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് കണ്ടിട്ട് അവരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള അസൂയ ഉണ്ടായി അവർക്ക്. ആ അസൂയ കൊണ്ടിട്ട് ഈ യുവാവായിട്ടുള്ള ഡോക്ടറിൻ്റെ സേവനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഒരു ദിവസം അയാളെ കണ്ടപ്പോൾ
ഈ നാട്ടിലെ ജനങ്ങളെല്ലാം അയാളെ ആ യുവാവിനെ പുകഴ്ത്തുന്നതായിട്ടും അയാൾ ധാരാളം ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുമാണ് അയാൾക്ക് മനസ്സിലായത്. അപ്പോൾ ആ യുവാവിനെ സംബന്ധിച്ചിട്ട് മനുഷ്യരെ സ്നേഹമാണ് അയാൾക്ക് ഏറ്റവും കൂടുതൽ അയാളുടെ മനസ്സിൽ വിളർന്നു വന്നത്. അയാൾ ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ആഹാരം സജസ്റ്റ് ചെയ്യുന്നു, നന്നായിട്ട് ആഹാരം കൊടുക്കുന്നു, നല്ല പോഷകാഹാരം കൊടുക്കുന്നു. അവരുടെ ശരീരത്തിൻ്റെ പ്രകൃതി അനുസരിച്ചിട്ട് ശാരീരികമായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അയാൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഏകദേശം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഓരോ ദിവസം കൂടുന്തോറും അവർക്ക് വ്യായാമവും അതേപോലെ തന്നെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ആരോഗ്യം പതുക്കെ അവരെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഒരു ഡോക്ടറിനെ സംബന്ധിച്ച് ആരോഗ്യ സംവർദ്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള സന്തോഷം ഉണ്ടാവണം. അതോടെ തന്നെ അവരെ സംബന്ധിച്ചിട്ട് ഹെൽത്ത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം, വ്യായാമം ചെയ്യണം, അതേപോലെ തന്നെ അവർക്ക് നല്ല ആഹാരം കൊടുക്കണം. ഇതെല്ലാം ആ യുവാവായിട്ടുള്ള ഡോക്ടർ ചെയ്യുമായിരുന്നു. ആ ഡോക്ടർ ചെയ്ത സമയത്ത് അവരുടെ ഗ്രാമത്തിലെ ജനങ്ങൾ വളരെ സന്തുഷ്ടരായി. കാശൊന്നും മേടിക്കാതെ ചെയ്യുന്ന ഒരു സേവനമായിരുന്നു, സമാജ സേവനമായിരുന്നു. ഇത് കണ്ടിട്ട് ഒരു ധനികനെ വന്നിട്ട് അയാൾ നല്ല തടിയൊക്കെ ഉണ്ടായിട്ട് നല്ല സമ്പാദ്യം ഉണ്ടായിട്ട് പിശുക്കനായിട്ടുള്ളൊരു ധനികനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഈ ഡോക്ടറിനെ കാണുന്നു, എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവണം, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് അപ്പോൾ നിങ്ങളെ ശരീരത്തിനെ കുറിച്ച് അദ്ദേഹം പഠിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് പട്ടിണി കിടക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ കുറേ ദിവസം പട്ടിണി കിടന്നു, വെജിറ്റബിൾസ് മാത്രം കഴിക്കാൻ കൊടുത്തു, വേറെ ഒന്നും കൊടുക്കില്ല, ചൂടുവെള്ളം കുടിക്കാൻ പറയുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഈ ഡോക്ടറിൻ്റെ അടുത്ത് ഈ പിശുക്കനായിട്ടുള്ള ഈ ധനികൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? അവർക്കൊക്കെ നല്ല ഫുഡ് നിങ്ങൾ കൊടുത്തു, എനിക്ക് മാത്രം എന്താ ഈ രീതിയിലുള്ള വ്യായാമവും യോഗയും അതേപോലത്തുള്ള ആഹാരം കുറച്ചിട്ടുള്ള പരിപാടി എന്താണ്? ഇത് ശരിയായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. അപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഇതേ പറഞ്ഞല്ലോ, ഇത് ചെയ്യുക, നിങ്ങൾ ഒന്നും ഇതിനടുത്ത് ചിലവില്ലല്ലോ, ഞാൻ നല്ല ഫുഡ് കൊടുക്കുന്നത് നിങ്ങൾക്കും കൊടുക്കും, അതിനുള്ള സമയമാവട്ടെ എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മേധസ് കുറഞ്ഞു, ധാരാളം ആരോഗ്യ ഡെവലപ്മെൻറ്റ് വരുന്നു, അദ്ദേഹത്തിൻ്റെ മനസ്സിന് സന്തോഷം വന്നു തുടങ്ങി, ശരീരത്തിലെ വെയിറ്റ് കുറയാൻ തുടങ്ങി. ഇതൊക്കെ വന്നപ്പോഴേക്കും ധനികന് മനസ്സിലായി, ഇവിടെ പൈസ കൊടുത്ത് ആഹാരം കൊടുക്കും തോറും എനിക്ക് ശരീര വർധനം ഉണ്ടാവും, മേധസ് ഡെവലപ്പ് ചെയ്യും, പക്ഷേ എൻ്റെ ശരീരത്തിന് ഒരു വ്യത്യാസവും ഉണ്ടാവുന്നില്ലാവോ, അതിന് വേണ്ടിയിട്ടായിരിക്കും ഡോക്ടർ അങ്ങനെ ചെയ്തത് എന്ന് അയാൾക്ക് മനസ്സിൽ തോന്നി. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു, ശരിയാണ്, താങ്കൾ ചെയ്യുന്ന രീതി വളരെയധികം നന്മയുള്ളതാണ്, ഞാൻ എൻ്റെ സ്വത്ത് കംപ്ലീറ്റ് ഈ സമാജ സേവനത്തിന് വേണ്ടിയിട്ട് താങ്കൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ്, ഇതുപോലെയുള്ള സർവീസ് നിങ്ങൾ ഇനി അടുത്ത ഗ്രാമങ്ങളിലും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡോക്ടർ ശ്യാമപ്രസാദിനോട് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ ഈ പ്രവർത്തനം കണ്ടിട്ടുള്ള മനസ്സിൽ സന്തോഷം ഉണ്ടായിട്ട് അയാളെല്ലാം ത്യജിച്ചിട്ട് സമാജ സേവനത്തിന് വേണ്ടി തയ്യാറാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഡോക്ടറിൻ്റെ മനസ്സ് എത്രയോളം നന്മയായിരുന്നു, എത്രയോളം നല്ലതായിരുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അത് ആ ജനങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ ആളുകൾ ഈ ഡോക്ടറിൻ്റെ അടുത്ത് വന്നു. കാരണം പ്രതിഫല ഇച്ഛയില്ലാതെ മനുഷ്യൻ്റെ സേവനം ചെയ്യുന്ന, മനുഷ്യ സ്നേഹത്തിൻ്റെ പേരിൽ ചെയ്യുന്ന ഈ സേവനങ്ങൾ ഒരു മതിപ്പ് വളരെയധികം ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പോൾ ഈ ഡോക്ടറിനെ ഒരു സമാജത്തിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും? മരുന്ന് മാത്രമല്ല, മരുന്നോട് കൂടെ തന്നെ ആരോഗ്യ ഡെവലപ്മെൻറ്റും ഇതിനകത്ത് വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് ഈ നൈൽ നദിയുടെ തീരത്ത് വെച്ച് പറയുന്ന സമയത്ത്, ഈ നൈലൊക്കെ നമ്മൾ ഈജിപ്തിൻ്റെ വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. 1000ഓളം കിലോമീറ്ററിൽ നീളത്തിലുള്ള കൈറോ ടു ഞങ്ങളിപ്പോൾ പോകുന്ന ആസ്വാനാണ്. ആസ്വാനിൽ ഞങ്ങൾ പോയിട്ട് ഇന്നലെ ഞങ്ങൾ അബു സിംബൽ എന്നൊരു ക്ഷേത്രത്തിൽ പോയി. അവിടെ ഇവിടെ നിന്നൊരു 300 കിലോമീറ്റേഴ്സ് ദൂരെയാണത്. തിരിച്ച് നമ്മൾ അതേപോലെ തന്നെ തിരിച്ചു വരുന്നത് 300 കിലോമീറ്റേഴ്സ് നമ്മൾ തിരിച്ചു വന്നു. എന്നിട്ട് ഇവിടെ തന്നെ കുറേ സ്ഥലങ്ങളിൽ ഓംബോ എന്ന് പറഞ്ഞിട്ട് കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി. അപ്പോൾ ഇവിടുത്തെ ഈ ഹിസ്റ്റോറിക്കൽ നോക്കുന്ന സമയത്ത്, ഇവിടുത്തെ ചരിത്രത്തെ നോക്കുന്ന സമയത്ത് വളരെയധികം അതിശയോക്തി തോന്നുന്നതാണ്. കാരണം ഇതൊക്കെ മണ്ണടിച്ച് പോയ ഒരു ചരിത്രമാണ്. അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ചരിത്രകാരന്മാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും കുറേയധികം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷിപ്പിൽ വെച്ചിട്ട് നൈൽ നദിയുടെ ക്രൂയിസിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഓർമ്മ വന്നപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഈ യാത്രയിൽ ഒരു കഥയും പറയാം എന്നതാണ് ഈ കഥാമൃതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇതാണ്